ഹലോ, നമ്മൾ ഇന്നിവിടെ ഒരു കോട്ടൻ്റെ കോട്ട് സെറ്റാണ് സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത്. ആദ്യമേ തന്നെ നമുക്ക് ബോട്ടം കട്ട് ചെയ്ത് മാറ്റാം. സ്ട്രെയിറ്റ് ബോട്ടമാണ് ഇപ്പോൾ കൂടുതലും കസ്റ്റമേഴ്സ് ആവശ്യപ്പെടുന്നത്. അതുപോലെ തന്നെ ഇതും സ്ട്രെയിറ്റ് ബോട്ടമാണ് സ്റ്റിച്ച് ചെയ്യാൻ. ഇതിൽ കസ്റ്റമറുടെ ആവശ്യപ്രകാരം നമ്മളൊരു പോക്കറ്റും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. എലാസ്റ്റിക് വെച്ചിട്ടാണ് ഇങ്ങനത്തെ ബോട്ടം സാധാരണ എല്ലാവരും ചെയ്യാറ്. അത് ഇടാനും കംഫർട്ടായിരിക്കും. നമ്മൾ ബോട്ടം കട്ട് ചെയ്ത് മാറ്റി ഇനിയിപ്പോൾ നമുക്ക് ടോപ്പ് കട്ട് ചെയ്യാം. ആദ്യമേ തന്നെ നമ്മൾ ലൈനിങ് ആണ് മാർക്ക് ചെയ്തെടുക്കുന്നത്. അളവുകളെല്ലാം പെർഫെക്റ്റായി മാർക്ക് ചെയ്തതിന് ശേഷം കട്ട് ചെയ്ത് അതേ ലൈനിങ് പീസ് വെച്ചിട്ടാണ് നല്ല തുണി നമ്മൾ കട്ട് ചെയ്ത് മാറ്റുന്നത്. ഇതിൽ കസ്റ്റമറുടെ ആവശ്യപ്രകാരം നമ്മൾ നെക്ക് സ്വീറ്റ് ഹാർട്ടാണ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. അത് തന്നെയാണ് നമ്മൾ ഇതിൽ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. ബോട്ടം ഏതാണ്ട് ഫിനിഷിങ്ങിൽ എത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിൻ്റെ ഔട്ട്പുട്ട് നമുക്ക് കാണാം. ഇതാ ബോട്ടം റെഡി ആയിട്ടുണ്ട്. നല്ല ഭംഗിയുള്ള സ്ട്രെയിറ്റ് ബോട്ടം. അടുത്തായിട്ട് നമ്മൾ ടോപ്പിൻ്റെ സ്റ്റിച്ചിങ്ങിലേക്ക് പോവാണ്. കസ്റ്റമറുടെ ആവശ്യപ്രകാരം തന്നെ നമ്മൾ ഇതിന് സ്വീറ്റ് ഹാർട്ടാണ് നെക്ക് ഇട്ടിരിക്കുന്നത്. സ്റ്റിപ്പ് വെച്ചിട്ട് നമ്മൾ നെക്ക് കട്ട് ചെയ്യുമ്പോഴത്തേക്കും അത് നല്ല ഭംഗിയായിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്ത് കിട്ടാറുണ്ട്. കസ്റ്റമർ ഈ ഡ്രസ്സ് ഇട്ടുകൊണ്ട് നിൽക്കുന്ന പിക്ക് കിട്ടാത്തത് കൊണ്ട് അതിന് മുമ്പ് തന്നെ എടുത്ത് വെച്ചിരുന്ന ഒരു പിക്കാണ് ഇതിൻ്റെ ഒപ്പം ആഡ് ചെയ്യുന്നത്. ഇതാണ് നമ്മുടെ കോട്ട് സെറ്റിൻ്റെ ഫൈനൽ ഔട്ട്പുട്ട്. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു.